പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മളിലേക്ക് ഒഴുകിയിറങ്ങി വരുന്ന പുലർകാല വിചിന്തനം. നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മളെയും കുടുംബത്തെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെതാകണമേ. അങ്ങയുടെ കാരുണ്യത്തിൽ എൻ്റെ ജീവിതത്തെ ചേർത്ത് പിടിക്കണമേ. അങ്ങുമായി ഒരിക്കലും അകന്നു പോകാത്തൊരു ജീവിതം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം നമുക്ക് ശ്രവിക്കാം. നമ്മൾ പരിശുദ്ധമായ നോയമ്പ് ആചരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പൗരസ്ത്യ സഭകൾ തിങ്കളാഴ്ചയും റോമൻ കത്തോലിക്ക ആഗോള സഭ ബുധനാഴ്ചയുമായിട്ട് നോയമ്പ് ആചരിക്കുകയാണ്, നോയമ്പ് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, എന്താണ് ഈ നോയമ്പ്? ഈ നോയമ്പ് കാലഘട്ടം എങ്ങനെയാണ് നമ്മൾ ഭക്തിയോടും വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ നമ്മൾ ആചരിക്കേണ്ടത്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്കും നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്കും ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് നോയമ്പാചരണം. അതെങ്ങനെയാണെന്നല്ലേ? ദൈവമായ കർത്താവ് മനുഷ്യനെ മണ്ണെടുത്ത് കുഴച്ച് ദൈവത്തിൻ്റെ രൂപത്തിൽ ദൈവം സൃഷ്ടിച്ച് തൻ്റെ പ്രാണനെ അവനിലേക്ക് ഊതി നിറച്ചു. അപ്പം ദൈവത്തിൻ്റെ പ്രാണൻ ഈ മൺകുടീരത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് നമ്മൾ മനുഷ്യരാവുകയും ദൈവത്തിൻ്റെ മുമ്പിൽ സ്തുതിവാചകങ്ങൾ ഉച്ചരിക്കാൻ തക്കവിധം നമ്മൾ പ്രാപ്തിയുള്ളവരായി തീരുകയും ചെയ്തത്. പക്ഷെ എപ്പോഴാണോ മനുഷ്യൻ പാപം ചെയ്തത്, പാപം ചെയ്യുമ്പോൾ മനുഷ്യനിൽ നിന്ന് ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അംശം അവൻ നഷ്ടപ്പെട്ടു പോകുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപാവരം ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവൻ കേവലം മൺകുടീരമായിട്ട് രൂപപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ചൈതന്യം നിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ കൃപാവരത്തിൽ നിനക്കൊരു നിലനിൽപ്പില്ല എങ്കിൽ, ഉറപ്പായിട്ടും നിന്റെ ഈ ശരീരം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇത് വെറും ഒരു മൺകുടീരം മാത്രമായിട്ട് മാറും. ജീവൻ്റെ നിലനിൽപ്പ് ഇതിൻ്റെ അകത്തുണ്ടാവുകയില്ല. പിന്നെ എപ്പോഴാണ് ഇതിലേക്ക് ജീവൻ ഉണ്ടാവുക? അതുകൊണ്ടാണ് കുരിശ് നെറ്റിയിൽ വരച്ചിട്ട് മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങുക എന്ന് പറയുന്നത്. ബുധനാഴ്ചയൊക്കെ നമ്മൾ ആചരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ മണ്ണാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന സമയമാണ് ഈ നോയമ്പാചരണം. കാരണം പാപം ചെയ്ത് അനുതാപമില്ലാത്ത മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. അവൻ വെറും മൺകുടീരമാണ്. എന്നാൽ ഈ നോയമ്പ് ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ തന്നെ എളിമപ്പെടുത്തി പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പശ്ചാത്തപിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുനീരോടും വിലാപത്തോടും കൂടെ മടങ്ങി വന്നു കഴിയുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ വീണ്ടും അവനിലേക്ക് നിവേശിപ്പിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായത്തിലുണ്ട്. പ്രവാചകൻ കാണുന്ന അത്ഭുതകരമായൊരു കാഴ്ചയുണ്ട്. അസ്ഥികളുടെ താഴ്വാരം. ഈ അസ്ഥികളോട് നീ പ്രവചിക്കാൻ പറയും. അവ പ്രവചിക്കുമ്പോൾ അവ എഴുന്നേറ്റ് നിൽക്കും, മജ്ജയും മാംസവും ഉണ്ടാകും. 4 ദിക്കുകളിൽ നിന്നും ജീവന്റെ കൃപാവരം അവരിലേക്ക് വന്ന് നിറയും. അവർ ജീവിക്കുന്ന സൈന്യമായിട്ട് രൂപപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഈ 50 നോയമ്പ് കാലയളവിൽ സംഭവിക്കാൻ പോകുന്നത്. നിന്റെ നിഹിതമായ ഈ ജീവിതത്തിലേക്ക്, ഈ മൺകുടീരത്തിലേക്ക് വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് നിറയും. നീ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യമായി രൂപപ്പെടും. പെന്തക്കോസ്ത് ദിവസം സഭ ആചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജീവനിൽ നിറയപ്പെടാൻ, ആത്മാവിൻ്റെ കൃപാവരത്തിൽ ദൈവമക്കൾ നിറയപ്പെടാൻ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ നോയമ്പ് നമ്മൾ ആചരിക്കാനായിട്ട് പോകുന്നത്. ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ നോയമ്പാചരണത്തിൽ എല്ലാ ദൈവമക്കളും പങ്കാളികളായി തീരുക. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും എല്ലാം വന്നു ചേരുവാനായി ഈശോയോട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോയമ്പാചരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ നൽകുന്നു. ഞങ്ങൾ വെറും മൺകുടീരങ്ങളാണ്. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് നിവേശിപ്പിക്കണമേ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങുക എന്ന് ആ വലിയ വേദം ഞങ്ങളെ അഭ്യസിപ്പിക്കുമ്പോൾ ആത്മാവിൻ്റെ കൃപയിൽ നിന്നൊരിക്കലും വിട്ടകന്നു പോകരുതേ. ആമേൻ.